പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് നമ്മള് ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് സാൻവോസിറ്റി, എന്താണ് സാൻഡ്ബോക്സ്, നമ്മുടെ പ്രോഡക്റ്റുകൾ എന്താണ്, ഇത് നമ്മൾക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ ഇതിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം ഇത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ചെയ്തു പോകുന്നത്. കഴിയുന്നതും നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സാൻഡ്ബോക്സ്. നമ്മള് ഒരു കമ്പനിയെ മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ പറയാറുണ്ടല്ലേ, കമ്പനിയുടെ പ്രൊഫൈലും കമ്പനിയുടെ പ്രോജക്റ്റും അതുപോലെ തന്നെ കമ്പനിയുടെ പ്ലാനും നമുക്ക് പഠിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഞാൻ നോക്കിക്കാണുന്നു, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇനി വരും നാളുകളിൽ ഒരു ചെറിയ തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പോകുന്ന ഒരു കമ്പനി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഏത് കമ്പനികളൊക്കെയാ? ഒന്ന് ഈ കോസ്മെറ്റിക്സ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും, അതല്ലെങ്കിൽ കമ്പനി ഹെൽത്ത് കെയറുമായിട്ട്, ഹെൽത്ത് കെയർ, അതായത് നമുക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റുകളായിരിക്കാം. അതുപോലെ തന്നെ ഹോം കെയർ, പേഴ്സണൽ കെയർ തുടങ്ങിയ അങ്ങനെയുള്ള ഫിസിക്കൽ പ്രോഡക്റ്റുകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോ തുടങ്ങിയ കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ ഒരു പ്രോബ്ലത്തിന് ഒരു പ്രോബ്ലം സോൾവർ ആയിട്ടാണ് നമ്മുടെ കമ്പനി വന്നിട്ടുള്ളത്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്നറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ എല്ലാ പേരൻസിനും അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഒരുപാട് ടെൻഷൻ തരുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ മക്കളുടെ പഠിപ്പ് നന്നായി, മക്കൾ പഠിച്ച് നന്നായി നല്ല രീതിയിൽ വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ എത്ര പണം ചെലവാക്കാനും ഇന്ന് നമ്മൾ എല്ലാവരും തയ്യാറാണ്. ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലെടുത്ത് നോക്കിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നത് എന്തിനു വേണ്ടി? അവിടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. അതിന്ന് നമ്മുടെ നാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് പാരന്റ്സ് ഏറ്റവും കൂടുതൽ ലോൺ വരെ എടുത്തു കൂട്ടുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ അത്രയും പ്രാധാന്യമുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ കമ്പനി നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനെയാണ്. അപ്പൊ അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോണത്. ആദ്യം തന്നെ നമ്മൾ ഇവിടെ എന്താണ്, കമ്പനിയുടെ പ്രൊഫൈൽ എന്താണെന്നാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കമ്പനിയുടെ പേര്. പുതിയതായിട്ട് വന്നിരിക്കുന്ന വ്യക്തികൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാണ്. കമ്പനി സാൻഡ്ബോക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. സാൻഡ്ബോക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മുടെ കമ്പനി എവിടെ സ്ഥിതി ചെയ്യണത്? എറണാകുളം ജില്ലയിൽ ആലുവയിലാണ്. ആലുവയില് മെട്രോ സ്റ്റേഷൻ അടുത്താണ് നമ്മുടെ കമ്പനി ഹെഡ് ഓഫീസ് ആയിരിക്കുന്നതും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ കാസിം ഉബൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു നേവി ഓഫീസർ ആയിരുന്നു. റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം വിദേശത്ത് ഷിപ്പിൽ ക്യാപ്റ്റനായിട്ട് ജോലി ചെയ്തു വരികയാണ്. ഇത്തരം ഒരു ആശയം അദ്ദേഹം ഏറ്റെടുത്ത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കമ്പനി ശരിക്കും 2019 ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കമ്പനി തന്നെയാണ്. പക്ഷെ കമ്പനി ഈ പ്രോജക്റ്റ്, ഇപ്പൊ നിലവിൽ നടക്കുന്ന പ്രോജക്റ്റ് 1 ഇയർ ആയിട്ടുള്ളൂ ഏറ്റെടുത്തിട്ട് കമ്പനി ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ കമ്പനി കൊണ്ടുപോകുന്ന ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ ജാനുവരി 13-നാണ്. 2025 ജാനുവരി 13-നാണ്. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ sanvosTech.in. നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. sanvosTech.in എന്നാണ് നമ്മുടെ വെബ്സൈറ്റ്. നേരത്തെ നമുക്ക് .com ആയിരുന്നു. പക്ഷെ .com അല്ല ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്, .in ആണ്. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കാരണം പലരും നേരത്തെ ഒക്കെ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തവർ, പ്രോഡക്റ്റ് വാങ്ങിയവരൊക്കെ നമുക്ക് .com നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അവർ പറയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ sanvosTech.in ആണ് നമ്മുടെ വെബ്സൈറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളുടെ കമ്പനിയുടെ പേര് എന്താണെന്ന് പഠിച്ചു, നമ്മുടെ സൈറ്റ് ഏതാണെന്ന് മനസ്സിലാക്കി, അതിന്റെ ചെയർമാൻ ആരാണെന്ന് മനസ്സിലാക്കി. അതേപോലെ ഇതിന്റെ ഡയറക്ട് ബോർഡിൽ നമ്മുടെ സാറിന്റെ ഭാര്യയും ശൈല ഉബൈസ് എന്ന് പറഞ്ഞ മാഡം ഇതിനകത്ത് ഡയറക്ട് ബോർഡ് മെമ്പർ ആണ്. പിന്നെ മാത്രമല്ല അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രമല്ല, ഇവിടെ അദ്ദേഹത്തിന്റെ ഫാമിലി, എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയത് തന്നെ അദ്ദേഹത്തിന്റെ മക്കളടക്കം അവരെല്ലാവരും ഏറ്റവും പ്രത്യേകത നമ്മൾ നോക്കിക്കാണുന്നത് ഇവരെല്ലാവരും എഞ്ചിനീയേഴ്സാണ്.
അതായത് മാഡം ഒഴികെ മക്കളടക്കം എല്ലാവരും സാറും ഒക്കെ എഞ്ചിനീയേഴ്സ് ആണ്. അവരെന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഇത്ര ഇമ്പോർട്ടൻസ്, ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ടാണ് അവർ ഏറ്റെടുക്കാൻ തന്നെ കാരണം. ഈ ഇത്തരം പ്രോജക്റ്റ് സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടി കൊടുക്കാനായിട്ട് അവർ ആഗ്രഹിച്ചത് തന്നെ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെയാണ്. അത് അദ്ദേഹം എപ്പോഴും ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമ്മൾക്ക് ചോദിക്കും, നമ്മുടെ പ്രൊഫൈൽ മനസ്സിലായി, ഇനി നമ്മൾക്ക് എന്താണ് നമ്മുടെ കമ്പനിയുടെ പ്രോജക്റ്റ്? അതാണ് എഡ്യൂക്കേഷൻ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ല നമ്മൾ കൊടുക്കുന്നത്, പകരം ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്താണ് ഇന്നത്തെ കാലത്ത് സാധ്യത? നമുക്കറിയാം, ഇപ്പോഴത്തെ കാലഘട്ടം എല്ലാം തന്നെ ഡിജിറ്റലൈസ്ഡാ, അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്ന എന്തും ഏതും ഡിജിറ്റൽ, എല്ലാം ഓൺലൈനായിട്ട്, ഫിസിക്കലായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോലും ആളുകൾക്ക് ടൈം ഇല്ലാത്ത കാലഘട്ടമാണെന്ന്. എല്ലാവരും എന്താണ്, ഇപ്പൊ നമ്മൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്നത് നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നു. ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് അങ്ങനെ, റൂം ആയിക്കോട്ടെ, ടിക്കറ്റ് ആയിക്കോട്ടെ, ഇനി വേണ്ട ഡോക്ടർ കൺസൾട്ടേഷൻ വരെ ഇപ്പൊ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ഒരു ഫിസിക്കലായിട്ട് നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം പോലും ഇല്ലാതെ തന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ വരെ നമുക്ക് അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഒരുപാട് എവിടെ നോക്കിയാലും അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ എഡ്യൂക്കേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചതൊക്കെ എങ്ങനെയാ? നമ്മൾ രാവിലെ, ഇപ്പോഴും നമ്മുടെ മക്കൾ രാവിലെ തന്നെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നു. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ട്യൂഷൻ സെന്ററിൽ പോകുന്നു. നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ അയൽപക്കത്തുള്ള കുഞ്ഞുങ്ങളായിക്കോട്ടെ, അവർക്ക് 9 മണിക്ക് സ്കൂളിൽ എത്തണമെങ്കിൽ എത്രയോ സമയം നേരത്തെയാണ് അവർ സ്കൂളിലേക്ക് പുറപ്പെടുക, വണ്ടിക്കൊക്കെ പോകണമെങ്കിൽ. അതുകൂടാതെ അതിന് മുൻപേ അവർ ചിലപ്പോൾ ട്യൂഷന് പോകും. അവർ ശരിക്കും പറഞ്ഞ ടൈറ്റ് ഷെഡ്യൂളിനാ പോണേ. അതുകൊണ്ട് തന്നെ പല കുട്ടികളും സ്കൂള് തുറക്കണ സമയത്തും അല്ലെങ്കിൽ എക്സാം തുടങ്ങണ സമയത്തും മാത്രമാണ് അവർ ഫിസിക്കൽ ട്യൂഷന് പോകാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം എന്താ, അവർക്ക് വേറെ ഒന്നിനും സമയമില്ല. അതേപോലെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് ഒരു സാറിന്റെ അടുത്ത് പോകും, അടുത്ത സബ്ജക്റ്റിന് വേറൊരു സാറിന്റെ അടുത്ത് പോകും. അത്തരത്തിലാണ് ഇന്നത്തെ ട്യൂഷൻ കുട്ടികൾക്ക് അത്രയും പ്രഷർ കൊടുക്കുകയാണ്. അവിടെയാണ് അതിനെയൊക്കെ റിലാക്സ് ചെയ്യാവുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ആണ്. AI ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ആണ്. AI ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് AIയുമായിട്ട് ചാറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചോദിക്കാനും സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആഡ് ഓൺ പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ നിലവിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇല്ല, അത് നമുക്ക് വരാൻ പോകുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്നതാണ്, നമ്മുടെ പ്രോജക്റ്റ് എന്താണ്? ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആണ്. അതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ സ്വന്തമായിട്ടുണ്ട്. കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കമ്പനി ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ലേൺ കണക്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിലുള്ളവർ പലരും അത് യൂസ് ചെയ്തവരുണ്ട്. പക്ഷെ അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മുടെ പുതിയ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ കമ്പനിയുടെ ഓൺ ആപ്ലിക്കേഷൻ, സ്വന്തമായിട്ടുള്ള ആപ്ലിക്കേഷൻ സാൻവോ സിറ്റി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്നും ഇതെന്താക്കണം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്ക് എല്ലാ കോഴ്സുകളും നമുക്ക് ലഭിക്കാം. ഞാൻ പറ്റുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം, പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു, നേരത്തെ നിങ്ങൾ നേരത്തെയുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളവരുടെ ഒരു റിക്വസ്റ്റ്, അവിടെയല്ല നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പൊ കിട്ടുക. കമ്പനിക്ക് സ്വന്തം ആപ്ലിക്കേഷൻ ഉണ്ട്, അതാണ് നമ്മുടെ സാൻവോ സിറ്റി എന്ന് പറയുന്നത്. XANVOSITY. ഓക്കെ, ഇത് എവിടെ നിന്നാണ് നമ്മൾ എടുക്കുക? നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലാണ് പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ സാൻവോ സിറ്റിന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ലോഗോ അവിടെ വരുന്നുണ്ടാവും. നമ്മുടെ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി വളരെ ടൈറ്റ് സെക്യൂരിറ്റി ആണ്. നമുക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കില്ല, സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല. ഇതൊക്കെ ഞാനൊന്ന് ചെയ്ത് നോക്കിയെന്നുള്ളൂ. അപ്പൊ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ആപ്ലിക്കേഷൻ നമ്മൾ എവിടെ നിന്നാണ്? പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ സാൻവോ സിറ്റി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, അവിടെ രജിസ്റ്റർ നൗ എന്ന് കാണും. ആദ്യം ഫോൺ നമ്പർ കാണും, അതിന്റെ താഴെ പാസ്വേഡ് എന്ന് കാണും, അതിന്റെ താഴെ രജിസ്റ്റർ നൗ. രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ വ്യക്തികളും രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് എന്താക്കണം? രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ നൗവിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോം വരുന്നുണ്ടാവും. ഈ ഫോമിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, നമ്മളുടെ പിന്നെ അവിടെ ചോദിക്കുന്ന ചില കാര്യങ്ങൾ, ഫോൺ നമ്പർ, മെയിൽ ID,
സ്കൂൾ ചോദിക്കും. അപ്പൊ നമ്മൾ പഠിച്ച സ്കൂളായാലും കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള സ്കൂൾ കൊടുക്കാം. പിന്നെ കോഴ്സ് ചോദിക്കും. നമുക്ക് 8ഓളം കോഴ്സുകൾ ഉണ്ട്. അവിടെ സെലക്ഷൻ ഉണ്ട് കോഴ്സിന്റെ അവിടെ. അവിടെ സെലക്ട് ചെയ്ത് ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഒരു പാർട്ടിയുടെ അടുത്ത്, ഒരു കസ്റ്റമർ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഏത് കോഴ്സാണോ വേണ്ട ആ കോഴ്സ് ആയാലും അവർക്ക് സെലക്ട് ചെയ്യാം. എല്ലാ കോഴ്സും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള കോഴ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ കോഴ്സും സെലക്ട് ചെയ്തു. ലാസ്റ്റ് നമ്മുടെ ഫോൺ നമ്പറും കൊടുത്തു. അതുപോലെ നമ്മുടെ ഒരു പാസ്വേഡ് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു 4 ഡിജിറ്റോ അല്ലെങ്കിൽ 6 ഡിജിറ്റോ ഉള്ള ഒരു പാസ്വേഡ് നിങ്ങൾ മറക്കാത്ത ഒരു പാസ്വേഡ് അവിടെ കൊടുക്കുക. പിന്നെ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടത് ഈ ഫോൺ നമ്പറും ഈ പാസ്വേഡും ആണ്. അപ്പൊ അതുകൊണ്ട് അത് മറക്കരുത്. ഇത്രയും കൊടുത്തിട്ട് നമ്മൾ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും, അത് രജിസ്റ്റർ ആവും. അപ്പൊ നമ്മുടെ ആ ഡിവൈസിൽ അവിടെ ഒരു OTP വരും. അപ്പൊ ആ OTPയും കൂടെ അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അത് രജിസ്റ്റർ ആയി. അങ്ങനെയാണ് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ ടാബിലോ ഫോണിലോ ആൻഡ്രോയിഡിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ. ഇത് തന്നെയാണ് മറ്റേ ഇതിലും നമ്മൾ ചെയ്യുന്നത്, ഐഫോണിലും ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഇത് ചെറിയൊരു കറക്ഷനോടെ വരാനുണ്ട്. അതിനുവേണ്ടി വെയിറ്റിംഗിലാണ് കേട്ടോ. നമ്മുടെ ഐഫോണിലേക്കൊക്കെ വരും നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് സോഫ്റ്റ്വെയറും കൂടെ അതും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും ഉടൻ തന്നെ നമുക്കാവും. ഇപ്പൊ നമുക്ക് ആൻഡ്രോയിഡിലാണ് എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ആപ്പ് ഏതാന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലായി. ഓക്കെ, ഇനി അതിനകത്ത് എന്തൊക്കെ കോഴ്സാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് നിലവിൽ നമുക്ക് റെഗുലർ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന 8 കോഴ്സുകളാണ് ഉള്ളത്. ഒരിക്കൽ കൂടി പറയാണ്, റെഗുലർ എഡ്യൂക്കേഷനെ, കുഞ്ഞുങ്ങളുടെ റെഗുലർ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന 8 കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനകത്ത് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത തരത്തെ ട്രെയിനിങ്ങുകൾ, നമ്മൾക്ക് ആവശ്യമുള്ളതും കുട്ടികൾക്ക് ആവശ്യമുള്ളതും ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്ത തരം ട്രെയിനിങ്ങുകളുടെ പാക്കേജുകൾക്ക് വരാനിരിക്കുന്നതാണ്. കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 8 കോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. നമ്മുടെ മക്കളുടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് പേരൻസും കുട്ടികളും സ്കൂളും ഒരേപോലെ ഫോക്കസ് കൊടുക്കുന്നത് എവിടെയാ? 10th തുടങ്ങിയാണ് അല്ലെ. 10th-ലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 10th-ന്റെ CBSE-യുടെ 10th നമുക്കൊരു കോഴ്സാണ്. അതിനകത്ത് സെക്കൻഡ് ലാംഗ്വേജ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ്. CBSE 10th-ന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ്. ക്ലിയർ ആയല്ലോ? ഇത് തന്നെ നമുക്ക് സ്റ്റേറ്റ് സിലബസിൽ എന്തുണ്ട്? 10th SSLC ഉണ്ട്. അത് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം നമുക്കുണ്ട്. അപ്പൊ ഒരു കോഴ്സ് CBSE 10th ആയി. ഇനി സ്റ്റേറ്റിന്റെ ഇംഗ്ലീഷ് മീഡിയം മറ്റൊരു കോഴ്സാണ്. അവിടെയും നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റും അവിടെയും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ട്. അപ്പൊ 3 കോഴ്സ് ആയാലോ? ഇനി ഓരോ കോഴ്സിനും വ്യത്യസ്ത ഇതാണ് കേട്ടോ, അല്ലാണ്ട് എല്ലാം ഒരു ഇതിലല്ല, എല്ലാം സെപ്പറേറ്റ് കോഴ്സസ് ആണ്. ഇനി അടുത്തത് നമുക്കറിയാം, അത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എവിടെയാണ്? +1-നെയും +2-നെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റേറ്റ് സിലബസിന്റെ അതെല്ലാം ശ്രദ്ധിക്കുക. +1 CBSE-യുടെ എല്ലാം സ്റ്റേറ്റ് സിലബസിന്റെ നമ്മൾക്ക് +1 സയൻസ് കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. +1 സയൻസ്, അവിടെ നമുക്ക് +1 സയൻസിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് അവിടെ സെക്കൻഡ് ലാംഗ്വേജ് അവൈലബിൾ അല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ് നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് +1-ൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് നീറ്റിനും ജെയ്ക്കും എന്ന് പറഞ്ഞ എൻട്രൻസ് കോഴ്സ് അല്ലെ. നീറ്റും ജെയും നമുക്കറിയാലോ. ആ എൻട്രൻസിന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു മൊഡ്യൂളും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എവിടെ? +1-ൽ. അപ്പൊ അതൊരു കോഴ്സാണ്. ഇനി മറ്റൊന്ന് +2-ലേക്ക് കയറുമ്പോൾ എന്താണ്? ഇത് തന്നെയാണ്, ഈ സയൻസ് ഗ്രൂപ്പ് തന്നെയാണുള്ളത്. അവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ്, ഇതും അവിടെ ഉണ്ട്. അവിടെ നമുക്ക് എന്തുണ്ട്? വരുന്ന നമ്മളുടെ JEE, നീറ്റ് തുടങ്ങിയ എൻട്രൻസ് എക്സാമിന് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള
എക്സ്ട്രാ അതിന്റെ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന്റെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ എത്ര കോഴ്സ് കഴിഞ്ഞു? SSLC CBSE കഴിഞ്ഞു, സ്റ്റേറ്റിന്റെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു. അപ്പൊ 5 കോഴ്സ് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് JEE-യുടെ നീറ്റിന്റെ എൻട്രൻസ്. നമുക്കറിയാം JEE എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ജൂനിയർ എൻട്രൻസ് എക്സാം. എന്താണ് അവിടെ നമ്മളുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾക്കുള്ള എൻട്രൻസ് എക്സാം ആണ് JEE എന്ന് പറഞ്ഞാൽ. ജൂനിയർ എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇനി നീറ്റ് അത് നമുക്കുണ്ട്. അവിടെ നമ്മൾക്ക് അവിടെ കുട്ടികൾക്ക് അവർക്ക് പഠിക്കേണ്ട എല്ലാ സബ്ജക്റ്റിലും അതിനകത്തുണ്ട്, JEE-യിലും ഉണ്ട്. അത് തന്നെയാണ് നീറ്റ്. നീറ്റ് എന്ന് പറഞ്ഞ മെഡിക്കൽ എൻട്രൻസ് ആണ്. നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. ഓക്കെ, നീറ്റ്. അവിടെ നമ്മൾ അത് എന്തിനാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്? മെഡിക്കൽ എൻട്രൻസിന് പഠിക്കുന്ന അല്ലെങ്കിൽ അത് എൻട്രൻസ് ചെയ്യുന്ന എഴുതുന്ന കുട്ടികൾക്കാണ് നീറ്റ് വേണ്ടത്. ഇപ്പൊ ഇന്ന് ഞാൻ ഒരാളോട് സംസാരിച്ചു, ഞാൻ ഇതെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം നീറ്റിന്റെ ഉണ്ടോ, എന്റെ മകൻ ഇപ്പൊ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, +2 ആണ് പഠിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ആ കോഴ്സ് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് മകനെ ഒന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ അപ്പൊ നമുക്ക് നീറ്റും JEE-യും ഇത് മറക്കരുത്. ഇപ്പൊ +2 കഴിയുന്ന കുട്ടികള് നീറ്റിനും JEE-ക്കും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള കോഴ്സാണിത്. അത് വളരെ ഭംഗിയായിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോസ്. അപ്പൊ 6-7 കോഴ്സ്. ഇനി 8ാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും യൂണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതിന്റെ പേര് മാട്രിക്സ് എന്നാണ്. അതിനൊരു പേരുണ്ട്, മാട്രിക്സ് എന്നാണ്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് എത്ര നല്ല പഠിക്കുന്ന മക്കളായിരുന്നാലും അവർക്ക് ഒരു ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് മാത്സ് അല്ലെ. ഏത് മക്കളെ, ഒരു 90% കുട്ടികൾക്ക് മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് ടഫ് ആയിരിക്കും. അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് എളുപ്പമാണ്, പഠിക്കാൻ അറിയാം, ക്ലാസ്സിലൊക്കെ അവർ പറയും. പക്ഷെ എക്സാമിന് ഇരിക്കുമ്പോൾ അവർക്ക് എന്തായിരിക്കും? മാർക്ക് കുറവായിരിക്കും. അതിന്റെ റീസൺ എന്താണ്? ആക്ച്വലി കുഞ്ഞുങ്ങൾക്ക് അത് എഴുതാൻ സമയം കിട്ടുന്നില്ല എന്ന് നമ്മുടെ മക്കളുകൾ വന്ന് പറയാറുണ്ടല്ലേ. എന്നോടും പറഞ്ഞിട്ട്, മമ്മി എളുപ്പമായിരുന്നു പക്ഷെങ്കിൽ എഴുതാൻ സമയം കിട്ടില്ല, അത് ലാസ്റ്റ് ഒരെണ്ണം മിസ്സായി, 2 മിസ്സായി എന്നൊക്കെ പറയും. കാരണം എന്താ? അവർ കൂടുതൽ ടൈം എടുക്കണം. അപ്പൊ ഈ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കുട്ടികളെ അറിയാവുന്ന കുട്ടിയായിക്കോട്ടെ അറിയാത്ത കുട്ടിയായിക്കോട്ടെ ഈസി വേയിൽ ഇവർക്ക് എളുപ്പത്തിൽ ഇവർക്ക് ഇവരുടെ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താം, ആൻസർ എങ്ങനെ ഇവർക്ക് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ അവർക്ക് പല ടെക്നിക്കുകളും ബേസിക് ഫണ്ടമെന്റ്സും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രീ റെക്കോർഡ് വീഡിയോസ്. നമ്മുടെ എല്ലാം പ്രീ റെക്കോർഡർ വീഡിയോസ് ആണ്. ലൈവായിട്ട് ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്, എല്ലാം റെക്കോർഡർ വീഡിയോസ് ആണ് നമുക്ക്. അപ്പൊ അവിടെ എന്തൊക്കെയാ നമുക്കുള്ള? മാട്രിക്സ് എന്ന് പറഞ്ഞ കോഴ്സിൽ എന്തൊക്കെയുള്ള? അവിടെ ബേസിക് ഫണ്ടമെന്റ്സിന്റെ 60ഓളം വീഡിയോ ഉണ്ട്. ബേസിക് ഫണ്ടമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമുക്കൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? അതിനകത്ത് ഗ്രാമർ പഠിക്കുന്നുണ്ട്, അതിന്റെ ആൽഫബറ്റ് പഠിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ മാത്സിന്റെ, അത് ഞാൻ പറയുന്നതാണ് കേട്ടോ, മാത്സിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ഗ്രാമറും ആൽഫബറ്റും എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം നമുക്ക്. അതാണ് നമ്മുടെ ബേസിക് ഫണ്ടമെന്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമല്ല 500ഓളം വീഡിയോസ് നമുക്ക് എന്തുണ്ട്? ട്രിക്സുകളുടെ വീഡിയോസ് ഉണ്ട്. ട്രിക്സുകൾ 500ഓളം വീഡിയോ. ട്രിക്സ് എന്തിനൊക്കെയുള്ളതാണ്? 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള മക്കൾക്ക്, അത് CBSE-യുടെയും സ്റ്റേറ്റിന്റെയും പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ചാപ്റ്ററിൽ വരുന്ന ട്രിക്കുകൾ, കണക്കുകൾ എത്രയും എളുപ്പത്തിൽ എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാം, അതല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് അവർക്ക് കണ്ടുപിടിക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടുള്ള 500ഓളം ട്രിക്സിന്റെ 500 വീഡിയോ ഉണ്ട്. ഓക്കെ, 500 വീഡിയോ അതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ അപ്പൊ ഓരോ ക്ലാസ് വൈസ് അത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ അവർക്ക് 5ാം ക്ലാസ്സിലെ സിലബസ് അനുസരിച്ച് ടോട്ടൽ ചാപ്റ്ററിന്റെ വീഡിയോസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതൊരു 30ഓളം വീഡിയോ അതുണ്ടാവും. 5, 6, 7, 8 ക്ലാസ്സുകളിൽ ഒരു 5 മണിക്കൂറോളാണ് ആ ചാപ്റ്ററിന്റെ വീഡിയോസ് വരെ. അത് 30ഓളം വീഡിയോസ് നമുക്ക് വരും. 10 മിനിറ്റ് വെച്ചിട്ടായിരിക്കും ആ വീഡിയോ. ഈ ട്രിക്സ് ഒക്കെ 2 മിനിറ്റ് ഉള്ളൂ കേട്ടോ. ബേസിക് ഫണ്ടമെന്റ്സ് ഒക്കെ ഒരു 10-15 മിനിറ്റ് ഒക്കെ വരുന്നുണ്ട്. ബാക്കി നമുക്ക് ചാപ്റ്ററുകൾ നമുക്ക് 8ാം ക്ലാസ് വരെ നമുക്ക് ഏകദേശം ഒരു 30 വീഡിയോളം നമുക്ക് വരുന്നുണ്ടാവും.
അത് കഴിഞ്ഞ 9, 10, 11, 12 എന്ന് പറഞ്ഞ +2 വരെയുള്ള ക്ലാസ്സുകൾക്ക് നമുക്കൊരു 7 മണിക്കൂറാണ്. അതായത് നമുക്കൊരു 48 വീഡിയോ അതിനകത്ത് വരും. ഓരോ ക്ലാസ്സിലേക്ക് 48 വീഡിയോ വെച്ചിട്ട് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ആ ചാപ്റ്ററിലെ എല്ലാം അതിനകത്ത് ഉണ്ടാവും. അതിനകത്ത് ഇത്രയും വീഡിയോ 48 വീഡിയോകൾ അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഏകദേശം CBSEയുടെയും സ്റ്റേറ്റിന്റെയും ഈ ട്രിക്സുകളും ഒക്കെ ആയിട്ട് 1000-ൽ പരം വീഡിയോസ് ആണ് നമ്മുടെ മാട്രിക്സ് എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിൽ ഉള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒറ്റ പ്രത്യേകത, ഈ മാട്രിക്സ് എന്ന് പറയുന്ന കോഴ്സ് വാങ്ങുന്ന കുട്ടിക്ക് 10 വർഷത്തേക്കാണ് നമ്മുടെ ഈ കോഴ്സ് ആ കുട്ടിക്ക് ഓപ്പൺ ആയി കിട്ടുക. 10 വർഷത്തേക്ക്. എന്നാൽ അവിടെ കുട്ടി വാങ്ങുന്ന, അതായത് 10 വർഷത്തേക്ക് എന്തൊക്കെയാ കുട്ടിക്ക് ഓപ്പൺ ആയി കിട്ടുക? ബേസിക് ഫണ്ടമെന്റൽസും ട്രിക്സുകളും കുട്ടിക്ക് ഓപ്പൺ ആയിരിക്കും. എന്നാൽ കുട്ടി പഠിക്കുന്ന ക്ലാസ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എടുത്തതെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് 5ാം ക്ലാസ്സിലെ മാത്രം 30 വീഡിയോ ഉണ്ടാവുമല്ലോ, അത് 1 വർഷത്തേക്കേ കിട്ടുള്ളൂ. അടുത്ത വർഷം വരുമ്പോൾ 6ാം ക്ലാസ്സിലേക്ക് കുട്ടി കയറുമ്പോൾ 6ാം ക്ലാസ്സിലെ ആ വീഡിയോസ് മാത്രം റീപർച്ചേസ് എന്ന രീതിയിൽ കുട്ടി 1000+ GST കൊടുത്തത് വാങ്ങണം. ക്ലിയർ ആയല്ലോ? എന്നാൽ കുട്ടിക്ക് എന്തൊക്കെ 10 വർഷം കിട്ടും? ബേസിക് ഫണ്ടമെന്റൽസിന്റെ വീഡിയോസും ട്രിക്സിന്റെ വീഡിയോസും അവിടെ അവൈലബിൾ ആണ്. അത് കുട്ടിക്ക് കാണാം. എത്ര 10 വർഷം കുട്ടിക്ക് കാണാൻ പറ്റും. കാരണം അത് ഓരോ ക്ലാസ്സിലും അത് ആവശ്യമുള്ളതാ. റിപ്പീറ്റ് ചെയ്ത് കാണേണ്ട വീഡിയോസ് ഒക്കെയാണ്. അതുകൊണ്ട് അത് അവൈലബിൾ ആണ്. പക്ഷെ 5ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് പിന്നെ 6ാം ക്ലാസ്സിൽ വേണമെങ്കിൽ കുട്ടി അവിടെ ആ ഒരു വീഡിയോസിന് വേണ്ടി മാത്രം കുട്ടി എന്ത് കൊടുക്കണം? റിപ്പീറ്റ് ചെയ്ത് അത് പർച്ചേസ് ചെയ്യണം. 1000+ GSTക്ക് പർച്ചേസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ +2 വരെ നമുക്കൊരു 5ാം ക്ലാസ്സിലൊരു കുട്ടി പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ +2 വരെ ആ കുട്ടി എന്താവും? ഓരോ വർഷവും ആ കുട്ടി കയറി വരുന്ന ക്ലാസ്സിലെ വീഡിയോസ് അത് റീപർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് മാത്രമാണോ കുട്ടിക്കുള്ള? അല്ല, അവിടെ എന്തൊക്കെയും കൂടി ഉണ്ട്. അവിടെ PDF രൂപത്തില് കുട്ടിയുടെ ഈ ചാപ്റ്ററുകൾ ഉണ്ടല്ലോ, നമ്മളുടെ സ്കൂൾ സിലബസ് വൈസ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ, അതെല്ലാം PDF രൂപത്തിൽ നമുക്ക് ഉണ്ടായിരിക്കും. ഇതെല്ലാം മാട്രിക്സ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് വന്നതാണ്. ഇതിന്റെ ഓഥർ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന ഒരു മാത്സ് ഗവൺമെന്റ് അധ്യാപകനാണ്. മാത്സ് ഗുരു സലീം ഫൈസൽ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ ഇപ്പൊ ഈ ദിവസങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ധാരാളം വീഡിയോസ് ആണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കിടക്കുന്നത്. ഒരുപാട് കുട്ടികൾക്ക് പല പല സ്കൂളുകളിലൊക്കെ പോയിട്ട് അദ്ദേഹം ഈ എക്സാം പ്രമാണിച്ചിട്ട് സ്പെഷ്യൽ കോച്ചിങ് ഒക്കെ കൊടുക്കുന്നതിന്റെ ധാരാളം വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. മാത്സ് ഗുരു സലീം ഫൈസൽ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ കോഴ്സ് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു, വീഡിയോസിന്റെ കാര്യം പറഞ്ഞു. അതുകൂടാതെ ഇതിനകത്ത് എന്തും കൂടി ഉണ്ട്, ഈ കുട്ടികളുടെ ചാപ്റ്ററിന്റെ PDF രൂപത്തിലുള്ളത് നമുക്കുണ്ട്. ഓക്കെ, അത് ഓപ്പൺ ആയിരിക്കും കേട്ടോ. അത് 10 വർഷം ഓപ്പൺ ആയിരിക്കും. ആകെ കൂടി എന്തിനു മാത്രമല്ല, ഈ ക്ലാസ് വൈസിട്ടുള്ള ട്യൂഷൻ അല്ല മറ്റേ വീഡിയോസ് മാത്രമാണ് കുട്ടി ഓരോ വർഷം റീപർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാം കുട്ടിക്ക് 10 വർഷം അവൈലബിൾ ആയിരിക്കും. കാരണം പലരും ചോദിക്കാറുണ്ട് ഇത് എന്തൊക്കെ വാങ്ങിക്കേണ്ടി വരും എന്നൊക്കെ. അപ്പൊ അങ്ങനെ PDF രൂപത്തിലുള്ളത് കിട്ടി. ഇത് കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസും കുട്ടികൾക്ക് അവിടെ PDF രൂപത്തിൽ അവൈലബിൾ ആയിരിക്കും. ഇതിന് പുറമെയാണ് നമ്മൾ എന്തും കൂടി അതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്യാൻ പോകുന്നത്. AI ടീച്ചറെ കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്യണം. അപ്പൊ കുട്ടിക്ക് ഇപ്പൊ രാത്രി ഇരുന്ന് അല്ലെങ്കിൽ വെളുപ്പിന് ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതൊക്കെ കേട്ടു, ഒരു ഡൗട്ട് വന്നു, ആരോട് ചോദിക്കാം? AI ടീച്ചറിനോട് ചോദിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി AI ടീച്ചറൊക്കെ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ മാട്രിക്സിന് മനസ്സിലായല്ലോ. ഇനി ബാക്കി എല്ലാ കോഴ്സുകളിലും എന്തും കൂടി ഉണ്ട്? സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അവിടെ PDF രൂപത്തിൽ എല്ലാ കോഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അത് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ എന്താവും? അത് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്താണ് സാൻഡ്ബോക്സിറ്റി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അതിൽ എന്തൊക്കെ ഉണ്ട് എന്നിപ്പോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 8 കോഴ്സുകൾ, റെഗുലർ കോഴ്സിനെ നമ്മൾ
സപ്പോർട്ട് കൊടുക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ ഉള്ളത്. ഇനി എന്തിനാണ് ഈ ആപ്ലിക്കേഷൻ കുട്ടികൾ വാങ്ങിക്കുന്നത് അതുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികളെയൊക്കെ കൂടുതലും സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂഷന് പോകണം. സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ല. അവർ നേരെ അവിടുന്ന് ട്യൂഷൻ സെന്ററിലേക്ക്, അതല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ എണീറ്റ് കുളി കഴിഞ്ഞ് അവര് ഒരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് അവർ ഓടുന്നത് ട്യൂഷൻ സെന്ററിലേക്ക്. അത് കഴിഞ്ഞ് വന്ന് അപ്പൊ തന്നെ സ്കൂളിലേക്ക് പോകും. ടൈറ്റ് ഷെഡ്യൂളാ പോടാ. മിക്ക കുട്ടികളെ നിങ്ങൾ എടുത്ത് ചോദിച്ചു നോക്കിയ ഒരു കുട്ടികൾക്ക് ഇത് പോവാൻ താല്പര്യമില്ല. പലരും പേരൻസിന്റെ നിർബന്ധ പ്രകാരം സ്കൂൾ തുറക്കുമ്പോഴും പോവും, എക്സാം വരുന്ന സമയത്തും പോവും. അതിന്റെ ഇടയിൽ പോലും. അപ്പൊ എന്താണ്, കുട്ടികൾക്ക് ഈ പഠിത്തം അവിടെ അവര് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട് പല കുട്ടികൾക്കും. അവസാനമാണ് ഇവര് അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ നോക്കണേ. പക്ഷെ കുട്ടികൾക്ക് പഠനം വളരെ രസകരമാക്കി അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ഈ റെക്കോർഡ് വീഡിയോസ് അവരെ സഹായിക്കും എന്ന് വളരെ രസകരമായിട്ടാണ്. ഇതെല്ലാം വേറൊരു പ്രത്യേകത, നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾ എല്ലാം തന്നെ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ കസ്റ്റമർക്കും നമുക്കും ഇത് കാണാൻ സാധിക്കും. ഓരോ വീഡിയോ, ഓരോ സബ്ജക്റ്റിന്റെയും ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് വീഡിയോ നമുക്ക് ഓപ്പൺ ആ. ചിലപ്പോൾ 10 മിനിറ്റ്, 15 മിനിറ്റ്, 17 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ആയിരിക്കാം. ചിലപ്പോൾ 2 മിനിറ്റ്, മാട്രിക്സിൽ മാത്രമേ 2 മിനിറ്റ് വീഡിയോ ട്രിക്സിലുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം നമുക്ക് എന്താണ് 10 മിനിറ്റ്, 15 മിനിറ്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഇനി പുതിയത് എടുക്കുന്നതൊക്കെ 10 മിനിറ്റിലായിട്ടാണ്. കാരണം കുട്ടികൾ അധികം നേരം ഒരു വീഡിയോ കാണാനിരിക്കില്ലല്ലോ. അപ്പൊ വെളുപ്പിന് ഇരുന്ന് പഠിക്കാൻ ഇഷ്ടമുള്ള കൊച്ച് ഒരു 5 മണിക്ക് എഴുന്നേറ്റു. ആ സമയത്ത് ഒരു ടീച്ചർ അവൈലബിൾ ആവില്ലല്ലോ. പക്ഷെ കുട്ടിക്ക് എന്താക്കാം, കുട്ടിയുടെ ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ കുട്ടിക്ക് എന്താക്കാം, നമ്മുടെ സാൻവോസിറ്റി കുട്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇത് പഠിക്കാൻ സാധിക്കും. ഇതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത. രസകരമായ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്നാണ് നമ്മുടെ ആപ്പിന്റെ പ്രത്യേകത. കാരണം ഇതെല്ലാം പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആണ്. ലൈവ് ട്യൂഷൻ അല്ല. ഇന്നറിയാം പല സ്ഥാപനങ്ങളും ലൈവ് ഓൺലൈൻ ട്യൂഷൻസ് ഉണ്ട് അല്ലേ. കുട്ടി ഇപ്പൊ ഞാൻ കണ്ടിട്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടില് ഞാൻ ചെല്ലുമ്പോഴൊക്കെ കൊച്ചു സ്കൂൾ കഴിഞ്ഞ് വരുമ്പോ യൂണിഫോം പോലും മാറാൻ സമയമില്ല. കാരണം എന്താ, ഓൺലൈൻ ട്യൂഷൻ ടൈമായി. അവന് വേഗം വന്നു ലാപ്പ് ഓപ്പൺ ആക്കി ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ഓപ്പൺ ആക്കി ഇരുന്നോളണം. ആ സമയം കുട്ടി അവിടെ കൃത്യമായിട്ട് ഇരുന്നോളം. അവനൊന്ന് റിലാക്സ് ചെയ്യാൻ പോലും ടൈമില്ല. പക്ഷെ നമ്മളുടെ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താണ്, കുട്ടി സ്കൂള് വിട്ട് വന്നു, അവൻ റിലാക്സ് ചെയ്തു, അവന്റെ കളികള്, കൊച്ചുങ്ങളായ കളിക്കണം അല്ലേ, അവന്റെ കളികളിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞ് അവൻ കുളി കഴിഞ്ഞു. അവന് അത് കഴിഞ്ഞുള്ള സമയത്ത് അവന്റെ ഇഷ്ടത്തിന് ഇരുന്നിട്ട് പഠിക്കുന്ന സമയത്ത് അവനെ സപ്പോർട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആപ്പ് കുഞ്ഞിന് ഉപകരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് പേരൻസിനോടും കുട്ടികളോടും പറഞ്ഞു കൊടുത്താൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും, അവരിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതാ. കാരണം നമ്മൾ ചുറ്റും ഇപ്പൊ എന്റെ മക്കളായിരുന്നാലും ട്യൂഷന് പോകാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവര് ട്യൂഷന് പോകാനായിട്ടൊക്കെ എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട്. വന്ന ഉടൻ തന്നെ ട്യൂഷനോ, പിന്നെ വീട്ടിൽ കയറുന്ന 8 മണി 8:30 ആകുമ്പോഴായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒന്ന് കുളി കഴിഞ്ഞ് അവർക്ക് പ്രയറിനോ, എല്ലാ വീടുകളിലും ഉണ്ട് അല്ലെ പ്രയർ, അതിനൊന്നും മക്കൾക്ക് ടൈമില്ല. ഒന്ന് റിലാക്സ് ചെയ്യാൻ പോലും സമയമില്ല. അപ്പോഴത്തേനും ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി കയറണം. അതൊക്കെയാണ്. പക്ഷെ ആ ഒരു പോക്ക്, ആക്ച്വലി 1 മണിക്കൂറിന്റെ ട്യൂഷൻ പോകണമെങ്കിൽ ചിലപ്പോൾ അവൻ അരമണിക്കൂർ കൂടുതൽ യാത്ര ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള യാത്ര. ഇതൊക്കെ കുട്ടിക്ക് ടൈം ലാഭിക്കാൻ സാധിക്കും. നമ്മുടെ ഈ ആപ്പിന്റെ പ്രത്യേകത അതാണ്. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത പറയാം. നമ്മളുടെ ആപ്ലിക്കേഷനിലെ ഓരോ ടീച്ചേഴ്സും, നമ്മുടെ സമത് സാർ നമ്മൾ പറഞ്ഞിട്ടല്ലേ 95% ടീച്ചേഴ്സ് ഇന്ന് ഗവൺമെന്റ് അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവരാ. ഓക്കെ, അവര് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഓരോ കോഴ്സിന്റെയും ഓരോ മൊഡ്യൂളും. അതും കൂടിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഏതൊരു പേരന്റ് ആയിക്കോട്ടെ, ഒരു കുട്ടി ആയിക്കോട്ടെ, നമ്മുടെ പ്രോഡക്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയില്ല. അതിന്റെ ക്ലാരിറ്റി കൊണ്ടോ അതല്ലെങ്കിൽ അതിനകത്ത് അവര് വിവരിക്കുന്ന ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന രീതി കൊണ്ടോ വേണ്ട എന്ന് പറയില്ല. അത്ര രസകരം. ഇന്ന് ഞാൻ കാണിച്ചത് ഒരു ടീച്ചറെ ആയിരുന്നു കേട്ടോ. അദ്ദേഹം ഇവിടെ കേരളത്തിന് പുറത്തായിരുന്നു, ടീച്ചറായിട്ട് ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനാണ്. അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്, വളരെ നല്ലൊരു ഇതാണ്, ഫീഡ്ബാക്ക് ആണ് അദ്ദേഹത്തിന്റെ എനിക്ക് കിട്ടിയത്. അപ്പൊ ഏത് ടീച്ചേഴ്സിനെ ആയാലും നമുക്ക് കാണിച്ച ഒരിക്കലും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ഓരോ വീഡിയോസും ഇതിനകത്ത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്ത് മനസ്സിലാക്കി, നമ്മുടെ പ്രോജക്റ്റ് ഏതാന്ന് മനസ്സിലാക്കി, നമ്മുടെ പ്രോഡക്റ്റ് എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണ്, ഇതിനകത്ത് നമുക്ക് എന്ത് കാര്യം,
ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കും, എനിക്ക് എന്താണ് ഇതിനകത്ത് കാര്യം? നമുക്ക് രണ്ട് കാര്യമുണ്ട് അല്ലെ? നമുക്ക് ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളൊരു പേരന്റ് എന്ന രീതിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും, നിങ്ങളുടെ കുട്ടി പഠിക്കുന്നത് ഏത് CBSE 10th അതല്ലെങ്കിൽ 10th അല്ലെങ്കിൽ +1 +2 ആണോ, JEE നീറ്റ് പഠിക്കുന്നതാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് മാത്സ് ടഫ് ആണോ, മാത്സിന്റെ മാട്രിക്സ് എന്നുള്ള കോഴ്സ് തുടങ്ങിയ ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് ഇത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ആയിട്ട് നമ്മളുടെ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യാം. ഇനി ഇതോടൊപ്പം ഇതല്ലെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് പാർട്ട്ണർ ആയിട്ട് കമ്പനിയിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ബെനിഫിറ്റ് എന്നാണ് ഇനി ഞാൻ പറയാൻ പോയി. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഞാൻ തീർത്തു തരാം. എനിക്കറിയാവുന്ന നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ മറുപടി പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ കമ്പനി പ്രൊഫൈലിനെ പറ്റി പഠിച്ചു, കമ്പനിയുടെ പ്രോജക്റ്റ് ഏതാണെന്ന് പഠിച്ചു, ആ പ്രോജക്റ്റിൽ എന്താണ് പ്രോഡക്റ്റ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പനിയുടെ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? കമ്പനിയുടെ ഇൻകം പ്ലാൻ, അതായത് നമ്മൾ ഇതിനകത്ത് ഒരു പ്രൊമോട്ടറായി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് നമുക്ക് ലഭിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുമാണ്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ പേരും, അതായത് നിങ്ങൾ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്ത ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ലിങ്ക് തരുന്നുണ്ടാവും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ മെയിൽ ഐഡിയും ഫോൺ നമ്പറും കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എവിടെ? നമ്മുടെ കമ്പനിയുടെ സൈറ്റിൽ. ഏതാണ് സൈറ്റ് പറഞ്ഞ? sanvostech.in എന്ന് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇതുവരെ ഞാൻ പറഞ്ഞത് നമ്മുടെ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ആപ്ലിക്കേഷന്റെ പാർട്ട് കഴിഞ്ഞു. അവിടെ എന്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അതിന് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം ലാസ്റ്റ്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്? ബിസിനസ് ആണ്. നമ്മുടെ കമ്പനിയുടെ ഈ പ്രോജക്റ്റിനെ നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി തരുന്ന ലിങ്കില് നിങ്ങളുടെ ഫോൺ നമ്പരും മെയിൽ ഐഡിയും പിന്നെ മെയിൽ ഐഡി, ഫോൺ നമ്പർ, പേരും കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കമ്പനിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കമ്പനി തരുന്ന ഒരു പെർമിഷൻ ആണെന്നത് നമുക്ക് ഡിജിറ്റൽ ആയിട്ട് ഒരു ബിസിനസ് സെന്റർ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ ആണ് തരുന്നത്. അങ്ങനെ കിട്ടുന്ന ആളുകൾക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് സാൻവോസിറ്റി എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ, അതിന്റെ അകത്തുള്ള പ്രോഡക്റ്റിനെ നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ധാരാളം വഴികളുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവരോട് ഫോണിൽ സംസാരിക്കാം, നേരിട്ട് പോയി സംസാരിക്കാം. എങ്ങനെ? അതൊക്കെ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച്, നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അങ്ങനെ ഓരോ കോഴ്സും കൊടുക്കുമ്പോൾ നമ്മൾക്ക് വരുമാനം നമ്മുടെ കമ്പനി തരുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ബെനിഫിറ്റ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിത് മറ്റുള്ളവർക്ക് അവരെ കാണിച്ചു കൊടുക്കുന്നു. അതുവഴി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുക? 6 തരം ബെനിഫിറ്റ് ആണ് നമുക്ക് ലഭിക്കുക. 6 തരം വരുമാനം നമ്മുടെ കമ്പനി തരുന്നുണ്ട്. ഈ 6 തരം വരുമാനം ലഭിക്കണമെങ്കിൽ നമ്മളിത് എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ആദ്യത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ട് പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവ്. എന്താണ് പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവ്? ഞാൻ പറഞ്ഞു, നിങ്ങൾ പേരും നിങ്ങളുടെ ഫോൺ നമ്പരും നിങ്ങളുടെ മെയിൽ ഐഡിയും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? നിങ്ങൾക്കൊരു വെർച്വൽ ബിസിനസ് സെന്റർ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ നമ്മുടെ കമ്പനി തരുന്നുണ്ട്. അവിടെ വഴി നമ്മൾ അവിടെ എന്ത് വേണ്ടി? വെർച്വൽ ബിസിനസ് സെന്റർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചിലർ ചിന്തിക്കും. ഇത്രേ ഉള്ളൂ. അതിന് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്കൊരു ഫിസിക്കലി ആയിട്ട് ഒരു റൂം എടുക്കണ്ട, അവിടെ വാടക കൊടുക്കണ്ട, കറണ്ട് ബില്ല് കൊടുക്കണ്ട, അവിടെ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യേണ്ട, ഇതൊന്നും വേണ്ട. ഇതല്ലാതെ ഈ വെർച്വൽ ബിസിനസ് സെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഡിവൈസ് ആണ്. അതായത് നിങ്ങളുടെ ഫോണോ നിങ്ങളുടെ ടാബോ എന്താണോ നിങ്ങൾക്ക് ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഇതാണ് നിങ്ങളുടെ, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ മറ്റുള്ളവരെ ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പൊ അവിടെ നമുക്ക് ഫിസിക്കലായിട്ട് ഒരു റൂമോ സൗകര്യങ്ങളോ ഒന്നും വേണ്ട എന്നാണ് അതിനകത്ത് അർത്ഥമുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ സെന്റർ വഴി നമ്മളുടെ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും അവർ ഇതിൽ നിന്നും ഏതെങ്കിലും കോഴ്സ് അവരുടെ പേരന്റ് വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു കോഴ്സ് നമ്മൾ ഇതിൽ ഈ കോഴ്സുകൾ ഏതെങ്കിലും നമ്മൾ ഒന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 500 രൂപ നമുക്ക് പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സെന്റർ വഴി ഞാനിത്
ഒരു CBSE 10 കോഴ്സ് ഞാൻ വിറ്റു. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CBSE 9th ക്ലാസ് കഴിയുമ്പോൾ തന്നെ 10th ട്യൂഷന് വേണ്ടിയിട്ട് പേരൻസ് അന്വേഷിക്കും, 10th ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് CBSE 10th കോഴ്സ് വിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൈമാണ്. ഒരു 10 കുട്ടികൾക്ക് ഈ മാസം നമ്മളത് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ 10x500 നമുക്ക് 5000 രൂപ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് +2 കോഴ്സ്. നമുക്ക് +1 എക്സാം കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുട്ടികൾ +2ലേക്ക് കയറാണല്ലേ. അപ്പൊ +2ന് വേണ്ടിയിട്ട് അവർ ട്യൂഷൻ, +1ന് ചിലപ്പോൾ കുട്ടികൾ ട്യൂഷന് പോകുന്നുണ്ടാവില്ല, പക്ഷെ +2ന്റെ ട്യൂഷന് വേണ്ടിയിട്ട് അവർ അന്വേഷിക്കുന്നുണ്ടാവും. അവിടെ നമുക്ക് +2 കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടൈമാണ് ഇപ്പോൾ നമ്മളുടെ ഈ സമയം. അപ്പൊ നമുക്ക് അതും നമുക്കൊരു 10 കൊടുത്താൽ അവിടെയും നമുക്കൊരു 5000 രൂപ കിട്ടുമല്ലോ. അങ്ങനെ ഒരു ദിവസത്തിൽ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്കിത് വിൽക്കാൻ സാധിക്കും. അവിടെ നമുക്ക് ഓരോ കോഴ്സും കൊടുക്കുമ്പോൾ നമുക്ക് 500 രൂപ വെച്ചിട്ട് നമ്മുടെ കമ്പനി തരുന്നുണ്ട്. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ CBSE 10th അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ +2 ഒപ്പം തന്നെ ജെയും നീറ്റിന്റെ ഒക്കെ എക്സാം എനിക്ക് തോന്നുന്നു മെയ് ആണ് അതിന്റെ എക്സാം. ഇപ്പൊ കുട്ടികൾ അതിനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവരിപ്പൊ ഈ എക്സാം +2ന്റെ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവരെന്താവും, അവരതിന്റെ ക്രാഷ് കോഴ്സിന് ചേരുന്നുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ജെഇ പറഞ്ഞു, ജൂനിയർ എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞ നമ്മുടെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. നീറ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എൻട്രൻസിനാണ് അല്ലെ. അപ്പൊ ഇത് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. ഓക്കെ, അപ്പൊ 4 കോഴ്സുകൾ ഒരു 10 പേരെ വെച്ച് നമ്മളൊന്ന് കൊടുത്തു നോക്കിയാൽ നമുക്ക് 40 എണ്ണം വിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് ആലോചിക്കേ. 10 എണ്ണം വിൽക്കുമ്പോൾ നമുക്ക് ഓരോ കോഴ്സ് വിറ്റാലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 500 രൂപ. അപ്പൊ നമുക്കൊരു സംശയം വരും, ഈ കോഴ്സിന് എത്ര വില എന്ന്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ നേരത്തെ. നമ്മുടെ എല്ലാ കോഴ്സിന്റെയും 10,000+ GST ആണ് അതിന്റെ MRP എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സാൻഡ്ബോക്സ് നമ്മളത് കൊടുക്കുന്നത് 50% ഡിസ്കൗണ്ടിന് 5,000+ GST എന്ന് പറഞ്ഞാൽ 18% നമ്മുടെ GST ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ 5000ന്റെ 18% തന്നെ 900 രൂപയാണ്. അപ്പൊ 5900 രൂപയ്ക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മുടെ ഓരോ കോഴ്സും വിൽക്കുന്നത്. എന്നാൽ നമ്മുടെ മാട്രിക്സ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോഴ്സ് ഇപ്പോൾ നമ്മൾക്ക് അക്കാഡമിക്കൽ ഇയർ എൻഡ് ആയതുകൊണ്ട് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ആരംഭിക്കുന്ന സമയത്ത്, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ 5000ത്തിലേക്ക് വരും. പക്ഷെ ഇപ്പോൾ നമ്മൾ കൊടുത്ത് വീണ്ടും 1000 rupees ഡിസ്കൗണ്ട് ചെയ്തിട്ട് 4000+ GST എന്ന് പറയുമ്പോൾ 4000+ GST 720 രൂപയാണ് നമുക്ക് GST വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓരോ കോഴ്സും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നിനും പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവ് എത്ര കിട്ടും എന്ന് പറഞ്ഞു, 500 രൂപ വെച്ച് കിട്ടും എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ വരുമാനം എന്ന് പറയുമ്പോൾ ഒരാള് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്താൽ കിട്ടുന്നതല്ല. ഇപ്പൊ നമ്മൾ നമ്മുടെ ബിസിനസ് സെന്റർ വഴി നമ്മൾ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നു, നമുക്ക് ഒരേ ഒരു ഇൻകം മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ, അത് പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവ് ആണ്. ഇനി നിങ്ങൾക്ക് നമ്മളുടെ ഇൻകം കൂട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് ഇത്രയും ഞാൻ തന്നെ വിറ്റാൽ എത്രത്തോളം വിൽക്കാൻ പറ്റും, എനിക്ക് കുറച്ച് പാർട്ട്നേഴ്സും കൂടി ഉണ്ടെങ്കിൽ എന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, ഏതൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പാർട്ട്നേഴ്സിനെ ചേർക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പാർട്ട്നേഴ്സിനെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അവരെ കൂടെ കൂട്ടാം. അവരെ നിങ്ങൾ പാർട്ട്ണറായിട്ട് കൂടെ കൂട്ടുമ്പോൾ അവരും ആരുടെ പാർട്ട്ണറായിട്ട് മാറും, നമ്മുടെ കമ്പനിയുടെ പാർട്ട്ണറായിട്ട് മാറുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ അവർ കമ്പനിയുടെ പാർട്ട്ണറായിട്ട് മാറുമ്പോൾ അവർ ചെയ്യുന്ന ബിസിനസിന്റെയും കൂടെ ഒരു ഇൻകം നമ്മുടെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതിനെയാണ്, അപ്പൊ നിങ്ങൾ എന്താണ്, സ്വന്തം വിൽക്കുന്നതിനല്ല, നിങ്ങൾ ടീമായിട്ട്, നിങ്ങൾ കുറച്ച് പേരെ പാർട്ട്ണറായിട്ട് നിങ്ങളോട് അസോസിയേറ്റ് ചെയ്യിപ്പിക്കും. അവരും കൂടി ബിസിനസ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ബിസിനസിന്റെ പേഴ്സണൽ ഇൻസെന്റീവ് ആർക്ക് കൊടുക്കും, അവർക്ക് കൊടുക്കും. എന്നാൽ അതിന്റെയും കൂടെ ഒരു ഇൻകം നമുക്ക് നമ്മുടെ കമ്പനി തരുന്നുണ്ട്. അതിനെയാണ് രണ്ടാമത്തെ വരുമാനം എന്ന് പറയുന്ന ടീം സെയിൽസ് ഇൻസെന്റീവ്. ആ പേരിൽ തന്നെ അത് അതിന്റെ അർത്ഥമുണ്ട് അല്ലെ, അതിന്റെ മീനിങ് അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ടീം സെയിൽസ് ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പാർട്ട്നേഴ്സിനെ നമ്മൾ എന്താക്കണം, 2 ടീമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. 2 ടീമായിട്ട്, കാരണം ഒറ്റ ടീമായിട്ടല്ല, 2 ടീമായിട്ട്. ഈ ടീമിൽ നമ്മളെ ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയും പുതിയ ആളുകളെ നമ്മുടെ ഒരു ടീമിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ, അങ്ങനെ അവര് കൊണ്ടുവരുന്ന ആൾക്കാരും എല്ലാം കൂടി അങ്ങനെ 2 ടീമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടാവും. ഈ 2 ടീമിൽ നടക്കുന്ന ഓരോ ബിസിനസ് മാച്ച് ആകുമ്പോൾ, അതിനെ പെയർ മാച്ച് എന്ന് നമുക്ക് പറയാം, മാച്ച് ആകുമ്പോൾ നമ്മൾക്ക് 500 രൂപ വെച്ചിട്ട് കമ്പനി നമുക്ക് തരും. ക്ലിയർ ആയല്ലോ. നമ്മളെ ടീമില് 2 ടീം എ ടീം ബി എന്ന് നമുക്ക് അതിനെ പറയാം.
ടീം എ ടീം ബിയിൽ ഒരു സെയിൽ നമുക്ക് നടക്കുമ്പോൾ ഓരോ സെയിൽ വെച്ച് 2 നടന്നു, അത് മാച്ച് ആകുമ്പോൾ നമുക്ക് 500 രൂപ നമ്മുടെ കമ്പനി തരും. ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ഈ ഇൻകം നമുക്ക് തരാനായിട്ട് ഒരു ടീമിൽ 2 സെയിൽ വരണം, ഒരു ടീമിൽ ഒരു സെയിലും. അങ്ങനെ ഏതെങ്കിലും ഒരു ടീമിൽ ടീം എയോ ടീം ബിയോ അത് എവിടെ വേണമെങ്കിലും ആവാം 2 സെയിൽ വരികയും ഓപ്പോസിറ്റ് ടീമിൽ ഒരു സെയിലും വരുമ്പോൾ ഫസ്റ്റ് ഇൻകം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ 2 പേരെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ആളുകളുമായിരിക്കണം. മറ്റൊരാള് നമ്മൾ സ്പോൺസർ ചെയ്ത ഒരാള് നമ്മുടെ ടീമിലേക്ക് ഒരാളെ എക്സ്ട്രാ വെച്ചാലും മതി, അതിൽ നമ്മൾ കൊണ്ടുവന്ന ആള് പുതിയൊരാളെ കൊണ്ടുവന്നാലും മതി. നമുക്ക് ഈ ഇൻകം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ടീം സെയിൽസ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞ് 500 രൂപ. ഇനി അവിടെ അപ്പോൾ ആ ക്രൈറ്റീരിയ അവിടെ കഴിഞ്ഞ് പിന്നെ വരുന്ന എല്ലാം ഓരോ സെയിൽ നടന്നാൽ മതി. ടീം എയിലും ടീം ബിയിലും ഓരോ സെയിൽ മതി. അപ്പൊ പിറ്റേ ദിവസം നമ്മൾ ഇത്രയും ആളുകളോട് വീണ്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് 5 സെയിൽ വെച്ച് 2 ടീമിനും നടന്നു എന്ന് വിചാരിക്കാം. അപ്പൊ 5 × 500 നമുക്ക് 2500 കിട്ടും. 10 സെയിൽ നടന്നാലോ ഈ 2 ടീമിൽ, അപ്പൊ ടോട്ടൽ 20 നടക്കും അല്ലെ. കമ്പനിയിലേക്ക് 20 സെയിൽ പോകും, നമുക്ക് 2 ടീമിൽ 10 സെയിൽ വെച്ച് അവിടെ നമുക്ക് ലഭിക്കുന്ന എന്താണ് 10 × 500 എന്ന് പറയുമ്പോൾ 5000 രൂപ നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു ദിവസത്തിൽ നമുക്ക് 500 രൂപ മുതൽ 5000 രൂപ വരെ ലഭിക്കുന്ന ഒരു ഇൻകം ആണ് ടീം സെയിൽസ് ഇൻസെന്റീവ്. എന്നാൽ ആദ്യം പറഞ്ഞ പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവ് എന്ന് പറയുന്ന യാതൊരു ലിമിറ്റേഷനും ഇല്ല. നമ്മൾ ഒരു ദിവസം എത്ര ബിസിനസ് ചെയ്യുന്നോ എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് മിഡ്നൈറ്റിന് നമ്മുടെ ബിസിനസ് ക്ലോസിംഗ് ടൈം ആണ്. അത് കഴിഞ്ഞാൽ എത്ര ബിസിനസ് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് നടന്നു എന്ന് നോക്കും. അതിന് നമ്മൾക്ക് പേഴ്സണൽ സെയിൽസ് ഇൻസെന്റീവ് തരും. അതുപോലെ തന്നെയാണ് ടീം സെയിൽസ് ഇൻസെന്റീവ്. നമ്മൾക്ക് രാത്രി 12 മണിക്ക് ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ 2 ടീമിലും എത്ര ബിസിനസ് നടന്നു, അത് എത്ര പേർ മാച്ച് വന്നിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് 5000 രൂപ വരെ നമുക്ക് തരുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, 10ൽ കൂടുതൽ ബിസിനസ് മാച്ച് വന്നാൽ നമുക്ക് തരില്ലല്ലോ, ഇല്ല. എന്നാൽ ഒരു സൈഡിൽ ഒരു ബിസിനസ് ആകുമ്പോൾ എപ്പോഴും വ്യത്യസ്ത രീതിയിലായിരിക്കും ടീം പോകുന്നുണ്ടാവുക അല്ലേ. അപ്പൊ പല കാരണം കൊണ്ട് ചിലപ്പോൾ ഒരു ടീം ഇച്ചിരി ഡൗൺ ആയേക്കാം. അപ്പൊ ഒരു ടീം കൂടുതൽ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കത് പിറ്റേ ദിവസത്തെ സെയിലിന് വേണ്ടിയിട്ട് അത് ക്യാരി ഫോർവേഡ് ചെയ്ത് നമുക്ക് കിട്ടും. അത് നമുക്ക് നഷ്ടപ്പെടില്ല. എന്നാൽ മാച്ച് ആയത് ഒരേപോലെ വന്ന ബിസിനസ് നമുക്ക് എന്താവും, നമുക്ക് 5000 തന്നിട്ട് ബാക്കി അത് ഫ്ലഷ് ഔട്ട് ആവും, അത് കമ്പനിക്ക് പോകുന്നതായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് 12 സെയിൽ ഇൻറ്റു 500, 15 സെയിൽ ഇൻറ്റു 500 എന്ന് പറയുമ്പോൾ നമുക്ക് മാച്ച് അവിടെ എത്ര വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 6000 ആണ് നമുക്ക് ലഭിക്കേണ്ടത്. പക്ഷെ ഇവിടെ കമ്പനി എത്രയും നമുക്ക് തരുന്നുള്ളൂ, 5000 തരുള്ളൂ. ബാക്കി 2 എണ്ണം 1000 നമുക്ക് ലഭിക്കില്ല, അത് ഫ്ലഷ് ഔട്ട് ആണ്. എന്നാൽ നമുക്ക് 3 സെയിൽ 15 സെയിൽ നടന്നിടത്ത് 3 സെയിൽ ബാലൻസ് ഉണ്ട്, അത് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ആണ്. ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വരുമാനം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പുതിയ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ വരുമാനമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഇതൊരു പ്രൊമോട്ടറായിട്ട് നിന്ന് നമ്മൾ പാർട്ട്നേഴ്സിനെ ചേർത്ത് പ്രൊമോട്ടറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ നിൽക്കാം. നമുക്ക് സ്വന്തം ബിസിനസ് സെന്റർ വഴി നമുക്ക് സെയിൽ മാത്രം എടുത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ പുതിയ പാർട്ട്നേഴ്സിനെ കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ബിസിനസ് വളരെ വലിയ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ 2 ടീമിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടത്. നമ്മൾ 2 ടീം ഉണ്ടാക്കിയിട്ട് വല്ലയിടത്തും പോയാൽ പോരാ കേട്ടോ, അവരെ സപ്പോർട്ട് കൊടുക്കണം. അവർക്ക് ഇതിനെപ്പറ്റി പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമ്മൾ വേണം. ചിലപ്പോൾ അവർക്ക് ചില ആളുകളെ കാണാനായിട്ട് നമ്മളൊന്ന് കൂടെ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ നമുക്ക് ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ഈ മൂന്നാമത്തെ ഇംഗത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ കമ്പനിയുടെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വരുമാനമാണ് നമ്മളുടെ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാര്. അതിന് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ആളുകള് അവർ എത്ര പേരും ടീം സെയിൽസ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വരുമാനം അവർ എത്രയാണോ വാങ്ങിക്കുന്നത് അത് നമ്മൾക്ക് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ ബിസിനസ് സെന്റർ വഴി ഞാൻ ചെയ്യുന്നതിന്റെ ഇൻകത്തിന് പുറമെ ഞാൻ 2 ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എനിക്ക് ടീം സെയിൽസ് ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്. എന്നാൽ ഞാൻ കൊണ്ടുവന്ന ആൾക്കാർ ടീം സെയിൽസ് ഇൻസെന്റീവ് വാങ്ങിക്കുന്നത് എനിക്ക് കിട്ടും. അതിന് ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ മിനിമം 3 പേരെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഈ ഇൻകം. ഇത് എങ്ങനെയൊക്കെ കിട്ടുക, നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയാം. ഇവിടെ നമ്മൾ ജനറേഷൻ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവർ കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ. അവർ കൊണ്ടുവരുന്ന സെക്കൻഡ് ജനറേഷനിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ തേർഡായി, നെക്സ്റ്റ് ഫോർത്തായി, അടുത്ത ഫിഫ്ത്ത്, അങ്ങനെ പോകും.
എന്നാൽ എത്ര ജനറേഷൻ ഡെപ്തിലേക്ക് പോയാലും ഫോർത്ത് ജനറേഷൻ വരെ നമുക്ക്, അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ജനറേഷനിൽ ഉള്ള ആളുകൾ മേടിക്കുന്ന ടീം സെയിൽസ് ഇൻസെന്റീവിന്റെ പെർസെന്റേജസ് ആണ് നമുക്ക് ലഭിക്കുക. അത് വ്യത്യസ്തമാണ്. ഫസ്റ്റ് ലെവലിൽ നമുക്ക് ലഭിക്കുന്നത് 100% കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്ന 10 ആളെ കൊണ്ടുവന്നോ, 10 പേരും മാക്സിമം എത്ര മേടിക്കുക? 5000 ആണ് അല്ലേ? 500 മുതൽ 5000 ആണ് നമുക്ക് ടീം സെയിൽസ് ഇൻസെന്റീവ് ലഭിക്കുക. അത് 5000 മേടിച്ചാൽ നമുക്ക് ആ 10 ആൾ മേടിച്ച 5000 വെച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ 50,000 രൂപ നമുക്ക് ഒരു ദിവസം കിട്ടും. ക്ലിയർ ആയല്ലോ? അത് 20 പേരെയോ 30 പേരെയോ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നമുക്ക് എന്താക്കാം? നമ്മുടെ പാർട്ണറായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി അതിന്റെ ഫസ്റ്റ് എങ്ങനെ കിട്ടാം? നമുക്ക് ഈ 10 ആളെ ഒന്നും കൊണ്ടുവരണ്ട. നമ്മൾ 3 ആളെ കൊണ്ടുവന്നാൽ നമുക്ക് എന്താണ്? നമ്മുടെ ഇൻകം സ്റ്റാർട്ട് ചെയ്യാണ്. 3 ആളെ ഡയറക്റ്റ് നമ്മൾ കൊണ്ടുവരികയും നമ്മുടെ പാർട്ണറായിട്ട് കൊണ്ടുവരികയും അവരെ നമ്മുടെ 2 ടീമിലായിട്ടായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവും. അത് എവിടെ നിന്നാലും നമുക്ക് കുഴപ്പമില്ല. ആ ഒരു ടീം സെയിൽസ് ഇൻസെന്റീവ് എത്ര വാങ്ങിക്കുന്നു? അതിന്റെ 33% നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, അവർ 500 വാങ്ങിച്ചാൽ അതിന്റെ 33%, അവർ 5000 വെച്ച് മേടിച്ചാൽ അതിന്റെ 33, അല്ലെങ്കിൽ ഒരാൾ 1000 മേടിച്ചു, മറ്റൊരാൾ 2000 മേടിച്ചു, മറ്റൊരാൾ 5000 മേടിച്ചു, എത്രയായിരുന്നാലും വേണ്ടില്ല, അവർ ഓരോരുത്തരും വാങ്ങുന്ന ടീം സെയിൽസ് ഇൻസെന്റീവിന്റെ 33%. അതിന് 3 പേര് നമ്മൾ വരുമ്പോ നമ്മളൊരു ക്ലബിൽ കയറും. നമുക്കൊരു റെക്കഗ്നിഷൻ നമ്മുടെ കമ്പനി തരുന്നുണ്ട്. അതിനെ സ്റ്റാർ ക്ലബ്ബ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അത് 3 സ്റ്റാർ ക്ലബിലേക്ക് നമ്മൾ കയറും. ഒരു ക്ലബ് മെമ്പർഷിപ്പ് ആണ് നമുക്ക് നമ്മുടെ കമ്പനി അവിടെ നമുക്ക് നൽകുന്നത്. അങ്ങനെ നമുക്ക് 9 ക്ലബ് മെമ്പർഷിപ്പ് നമുക്ക് ടോട്ടലി ഉണ്ട്. അങ്ങനെ 3 സ്റ്റാർ കയറിയപ്പോ നമുക്ക് എത്ര കിട്ടി? 33% കിട്ടി. ഇനി അടുത്ത് നമ്മൾ 4 സ്റ്റാറിലേക്ക് കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ 4 പേരെ ഡയറക്റ്റ് കൊണ്ടുവരുമ്പോൾ നമുക്ക് 66% നമുക്ക് ലഭിക്കുകയാണ്. ഓക്കെ, ഇനി അത് 5 സ്റ്റാർ ക്ലബിലേക്ക് കയറുമ്പോൾ നമുക്ക് അവിടെ എന്ത് ലഭിച്ചു? 100%. അവര് വാങ്ങുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ എത്രയാണോ ടീം സെയിൽസ് വാങ്ങുന്നത് അതിന്റെ 100% നമുക്ക് ലഭിക്കുക. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇനി വരുന്നത്. അപ്പൊ നമുക്കത് പെട്ടെന്നൊന്ന് പോവാം. മനസ്സിലായി? സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇവര് 6ാമത്തെ ഒരാളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇവര് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് കൊണ്ടുവരുന്ന, ഡയറക്റ്റ് കൊണ്ടുവരുന്ന, അവർ നമ്മുടെ സെക്കൻഡ് ജനറേഷനാണ്. ഇവര് വാങ്ങുന്ന ടീം സെയിൽസിന്റെ ഇൻകം നമുക്ക് ലഭിക്കും. അത് സെക്കൻഡ് ജനറേഷൻ നമുക്ക് ടോട്ടൽ എത്ര കിട്ടുള്ളൂ? 50%, 50% കിട്ടാം. അവിടെ അതിന്റെ ക്രൈറ്റീരിയ എന്താ? നമ്മൾ ഡയറക്റ്റ് 6 പേരെ കൊണ്ടുവരണം. നമ്മൾ 6 സ്റ്റാർ ക്ലബിലാവും. അപ്പൊ നമുക്ക് അവര് കൊണ്ടുവരുന്ന ആൾക്കാരുടെ 50%-ൽ നിന്നും 20% കിട്ടും. എന്നാൽ നമ്മൾ 7 പേരെ ഡയറക്റ്റ് കൊണ്ടുവരികയും നമ്മൾ 7 സ്റ്റാർ ക്ലബിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരുന്ന ആളുകളുടെ 50% കിട്ടും. ഒപ്പം ഈ 7 പേരുടെയും 100% നമുക്ക് കിട്ടും. അപ്പൊ 2 വരുമാനം നമുക്കായില്ലേ? ഇനി അടുത്തത് തേർഡ് ജനറേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ സെക്കൻഡ് ജനറേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ കൊണ്ടുവരുന്നതാണ്. അതിന്റെയാണ് കിട്ടുക. അതിന്റെ എവിടെ എത്ര കിട്ടുക? നമുക്ക് തേർഡ് ജനറേഷൻ 30% ആണ്. അവിടെ നിന്നും 8 സ്റ്റാറിൽ എന്ന് പറയാൻ നമ്മൾ ഡയറക്റ്റ് 8 പ്രൊമോട്ടേഴ്സിനെ അല്ലെങ്കിൽ 8 പാർട്ടേഴ്സിനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യിപ്പിക്കും. അവര് കൊണ്ടുവരുന്ന തേർഡ് ജനറേഷനിൽ നിന്ന് നമുക്ക് എന്താണ്? 10% കിട്ടും. ടോട്ടൽ 30 ആണ്, അതിന് 10 നമുക്ക് കിട്ടും. അത് 9 സ്റ്റാർ നമ്മൾ ക്ലബ് മെമ്പർഷിപ്പിലേക്ക് കയറുമ്പോൾ അവിടെ നമുക്ക് 13 കിട്ടാണ്. അപ്പൊ 9 സ്റ്റാറിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഈ 9 പേരുടെയും ഫസ്റ്റ് ലെവലിൽ നിന്ന് നമുക്ക് 100, സെക്കൻഡ് ലെവലിൽ നിന്ന് 50 ആൻഡ് തേർഡ് ലെവലിൽ നിന്ന് നമുക്ക് 30 കിട്ടാണ്. ഇനി ഒരു ലെവലും കൂടെ നമുക്ക് അങ്ങനെ കിട്ടാനുണ്ട്. അത് നമ്മുടെ ഫോർത്ത് ജനറേഷൻ ആണ്. ഫോർത്ത് ജനറേഷനിൽ എന്താണ് നമുക്ക് ലഭിക്കുക? 20% ടോട്ടൽ കിട്ടാം. അപ്പൊ ഡെപ്ത് ഇറങ്ങിയേ, അപ്പൊ നമുക്ക് ആളുകൾ കൂടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ 10 പേരെ ഡയറക്റ്റ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ ആ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ 20-ൽ നിന്നും 10% കിട്ടുകയും അത് 11 ആളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ 11 സ്റ്റാർ ക്ലബ് മെമ്പർഷിപ്പ് ആവുകയും നമ്മൾക്ക് ഫോർത്ത് ജനറേഷനിൽ 20% കിട്ടണം. അങ്ങനെ ടോട്ടൽ 11 മെമ്പേഴ്സിനെ നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ട് കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഇവരെല്ലാവരും വാങ്ങുന്ന ടീം സെയിൽസ് ഇൻസെന്റീവിന്റെ 100% ലഭിക്കുന്നു. അവർ കൊണ്ടുവരുന്ന ആൾക്കാരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് 50%, അവർ കൊണ്ടുവരുന്ന നമ്മുടെ തേർഡ് ജനറേഷനിൽ നമുക്ക് 30%, അവർ കൊണ്ടുവരുന്ന ഫോർത്ത് ജനറേഷൻ നമുക്ക് 20%. അങ്ങനെ ടോട്ടൽ 4 ജനറേഷൻ ഇൻസെന്റീവ് നമുക്ക് ഇവിടെ ലഭിക്കുകയാണ്.
പ്രിയമുള്ളവരെ, നമ്മുടെ കമ്പനിയിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇൻകം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല ഒരു ഇൻകം ആണ് ഈ പറഞ്ഞ ഇൻകം, ജനറേഷൻ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ലിമിറ്റ് ഇല്ലാതെ നമുക്ക്, അതൊക്കെ നമ്മളുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ സ്വപ്നത്തിന് എത്രത്തോളം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ ആ സ്വപ്നത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ജനറേഷൻ ഇൻസെന്റീവ്. അതിന്റെ ചെറിയൊരു കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ എന്താണ് ക്രൈറ്റീരിയ പറഞ്ഞ, മിനിമം 11 ആളെ നമ്മൾ പാർട്ട്ണറായിട്ട് നമ്മൾ കൂടെ കൂട്ടണം. 11 ആളും വർക്ക് ചെയ്യാണ് അല്ലെ. ഈ 11 പേരും 11 പേരെ വെച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ സെയിം ഡ്യൂപ്ലിക്കേഷൻ ആണ് ചെയ്യിപ്പിക്കുന്നത്. 121 മെമ്പേഴ്സായി, അവരും 11 കൊണ്ടുവരുമ്പോൾ 1331 ആയി, അവരും 11 കൊണ്ടുവരുമ്പോൾ 14,641, ടോട്ടൽ 16,104. ഇവര് മിനിമം എത്ര വാങ്ങിക്കുക? ടീം സെയിൽസ് ഇൻസെന്റീവ് 500 രൂപ, മാക്സിമം എത്ര വാങ്ങിക്കുക? 5000 രൂപ. അങ്ങനെയാണെങ്കിൽ ആ കാൽക്കുലേഷൻ ഒന്ന് നോക്കൂ. നമുക്ക് എത്രയാണ് ഫസ്റ്റ് ജനറേഷൻ? 100, പിന്നെ 50, 30, 20. അങ്ങനെ നമ്മൾ 500 രൂപ വെച്ച് അവർ വാങ്ങിയാൽ പോലും നമുക്ക് ആദ്യം കിടക്കുന്നു 16,99,500 രൂപ ഒരു ദിവസം കിട്ടുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി അവർ 5000 വെച്ച് എല്ലാവരും വാങ്ങിക്കുകയാണെങ്കിലോ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1,69,95,000 രൂപയാണ് നമുക്ക് ലഭിക്കുക. 16,104 മെമ്പേഴ്സ്, മിനിമം 11 ആളെ സ്പോൺസർ ചെയ്താൽ. ഇത് നിങ്ങൾ 20 ആളെയാണ് കൊണ്ടുവരുവാണെങ്കിലോ, നിങ്ങളുടെ പാർട്ട്ണറായിട്ട് 20 ആളെ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ ഇൻകം എത്രത്തോളം വളരും എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അങ്ങനെ ഇനി ഇത്രയൊന്നും വന്നില്ല, ഒരു 10% നടന്നുള്ളെങ്കിൽ എത്ര കിട്ടും? 1% എത്ര കിട്ടും എന്ന് നിങ്ങൾ സ്വന്തം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മുടെയൊക്കെ തലവര മാറ്റാൻ പറ്റുന്ന ഒരു ഇൻകം പ്ലാൻ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ, നമ്മുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊണ്ടാണ് നമ്മൾ ഓപ്പൺ വിപണിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ടാവുക. ഇനി ഇത് കൂടാതെ നമുക്ക് പലതരം വരുമാനങ്ങളുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മുടെ ടൈം ആയിട്ടുണ്ട്. 9:30 വരെയാണ് നമ്മുടെ സമയം. ഇനി നിങ്ങൾ ഇതിനകത്തേക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ബാക്കി വരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ എല്ലാ കമ്പനിയും കൊടുക്കുന്നത് പോലെ തന്നെ ഏത് ഡയറക്റ്റ് ട്രഡീഷണൽ ബിസിനസ്സിലായിക്കോട്ടെ, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, എല്ലാ കമ്പനിയും കൊടുക്കുന്ന പോലെ പ്രൊമോഷൻസ് നമുക്കുണ്ട്. അത് നമ്മുടെ പ്രൊമോഷൻസ് വളരെ ഗംഭീരമാണ്. ഏതൊരാളും പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന പ്രൊമോഷൻസ് ആണ്. മാർക്കറ്റിംഗ് മാനേജർ, സീനിയർ മാർക്കറ്റിംഗ് മാനേജർ, ഏരിയ മാർക്കറ്റിംഗ് മാനേജർ തുടങ്ങി സീനിയർ റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുന്ന 9ാമത്തെ പ്രൊമോഷൻ, 9ാമത്തെ റാങ്ക് എന്നാണ് അതിനെ പറയുന്നത്. ഇതുവരെ നമുക്ക് കിട്ടും. ഇവിടെയൊക്കെ നമുക്ക് എന്തുണ്ട്? സെയിൽസ് റോയൽറ്റി നമുക്കുണ്ട്. അതേപോലെ പല റെക്കഗ്നിഷൻസ്, പല അവാർഡ്സ്, റിവാർഡ്സ് നമുക്കുണ്ട്. നമുക്ക് യാത്ര ചെയ്യാൻ വെഹിക്കിൾ കിട്ടുന്നുണ്ട്, നമുക്ക് എന്താ പറയാ വില്ല കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓരോ പൊസിഷൻ അനുസരിച്ച് നമുക്ക് നമ്മുടെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇങ്ങനെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ് നമ്മുടെ കമ്പനി നമുക്ക് കൊണ്ട് വെച്ച് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റീപർച്ചേസ് പ്രോഡക്റ്റ്, ഇപ്പൊ നമുക്കറിയാം, ഞാൻ 8 പ്രോഡക്റ്റ് പറഞ്ഞു. ഈ 8 പ്രോഡക്റ്റും നിങ്ങൾക്ക് റീപർച്ചേസ് ആയിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു പ്രോഡക്റ്റ് വാങ്ങല്ല, നമുക്ക് ഒരു പ്രോഡക്റ്റ് അല്ല, ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഒരു വീട്ടിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റീപർച്ചേസ് ബെനിഫിറ്റ്, അതിന്റെ പ്ലാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലാൻ റെഡി ആയിട്ടുണ്ട്. അത് ഉടൻ തന്നെ അധികം ദിവസം, ഇത് ഈ ആഴ്ചയിൽ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് അത് വരുന്നുണ്ടാവും. അതിനും നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാനും കൂടുതൽ ആളുകൾക്ക് വിൽക്കാനും പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാനാണ് നമ്മുടെ റീപർച്ചേസ് പ്ലാന്. റീപർച്ചേസ് ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സെയിൽസ് റോയൽറ്റി ഞാൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് ഓരോ സെയിലും നടക്കുമ്പോൾ അതിനകത്ത് റോയൽറ്റി മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ എത്തുന്ന 4ാമത്തെ റാങ്ക് തൊട്ട്, 4ാമത്തെ പൊസിഷൻ തൊട്ട് നമുക്കത് ലഭിക്കുകയാണ്. നമുക്കത് ടോട്ടൽ എത്ര പേര് ആ റാങ്കിലുണ്ടോ അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരും. അങ്ങനെയാണ് നമ്മുടെ കമ്പനി ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ ആണ്. അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ വന്നത്. ഇത് ഏറ്റെടുക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. കാരണം നമ്മളുടെ പറയില്ലേ, ഇത് വിധിയാണ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്ന വിധിയാന്നൊക്കെ പറയില്ല. ഒരിക്കലുമല്ല, നമ്മളാണ് നമ്മുടെ വിധി എഴുതേണ്ടവര്. നമ്മൾ പറയാറുണ്ട്, എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമുണ്ട്, ദരിദ്രനായി ജനിച്ചത് ആരുടെയും കുറ്റമല്ല അല്ലെ, പക്ഷെ ദരിദ്രനായി മരിക്കുന്നത് അവനവന്റെ കുറ്റമാണ് അല്ലെ. ഇന്ന് സെയിൽസ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പന്നത സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രൊഫഷൻ ഏതാന്ന് വെച്ചാൽ അത് സെയിൽസ് ആണ്. അന്ന് ആ സെയിൽസിൽ ഒരു പൈസ, വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും, നമ്മുടെ ടൈം, നമ്മളെ ഒന്ന് ഇൻവെസ്റ്റ്, ഞാൻ പറയും നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളുടെ സമയം, നമ്മളുടെ കഴിവ് എല്ലാം, നമ്മുടെ സ്കില്ലെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് വളരെ നല്ലൊരു ഇൻകം ഉണ്ടാക്കാനും, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറ തന്നെ നമ്മൾ ഓർത്തിരിക്കും
കാത്തിരിക്കാനും പറ്റും. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ തന്നെ തീരുമാനം എടുക്കാൻ, നിങ്ങളുടെ സ്വപ്നം മറ്റൊരാൾ കവർ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്.